ഇന്നലെ രാത്രി അവസാനമായി ജിജോ പങ്കുവെച്ച ചിത്രങ്ങളാണ് 1.5 വയസ്സുകാരി മകൾ എലോറയ്ക്കും ഭാര്യ റിയയ്ക്കുമൊപ്പമുള്ളത്. ചേർത്തലയിലെ സഹോദരിയുടെ വീട്ടിലേക്ക് ഭാര്യയെയും മകളെയും കാണാനുള്ള യാത്രക്കിടയിലാണ് അപകടം ജിജോയുടെ ജീവനെടുത്തത്. സിഗ്നൽ കാത്തുനിന്ന ബൈക്ക് യാത്രികനായ ജിജോയുടെ ദേഹത്തേക്ക് ബസ് മറിഞ്ഞു വീഴുകയായിരുന്നു. ബസ്സിനടിയിൽപ്പെട്ട ജിജോയെ പുറത്തെടുക്കാൻ സമയമേറെ വേണ്ടി വന്നു. സിഗ്നലിൽ വീണപ്പോ തന്നെ അവര് ചവിട്ടിയപ്പോ കിട്ടിയില്ല. എന്താ വെച്ചാൽ റോഡ് ഹമ്പ് പോലെ കിടക്കണാണ് സൈഡ്. അപ്പൊ അവിടെ മീഡിയത്തിൽ കയറി നേരെ വന്നത് ഒരു നിരപരാധിയായ ബൈക്കാരന്റെ മേത്തേക്കാണ് വണ്ടി വീണത്. വാഗമൺ സ്വദേശിയായ 33-കാരൻ ജിജോ കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. ജിജോയുടെ അകാല വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും. കേട്ടപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ഇവര് അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നവരാണ്. 3 മക്കളാണ്, ഒരാൾ അച്ഛനാണ്. ഇത് ഏറ്റവും ഇളയ 2-3 വർഷമായതേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. എറണാകുളത്താണ് താമസിക്കുന്ന, ജോലി അവിടെയാണ്. വരുമ്പോഴൊക്കെ വീട്ടിലൊക്കെ വരും. നല്ല പിള്ളേരാണ്, നല്ല ചെറുക്കനാണ്. അപകട കാരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാണ് ജിജോയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആവശ്യപ്പെടുന്നത്. ഡ്രൈവർ ഇത്രയും നേരമായിട്ട് വന്നിട്ട് ബ്ലഡ് സാമ്പിൾ എടുത്തിട്ടില്ല. അയാള് മദ്യപിച്ചിട്ടുണ്ടോ എന്താണെന്ന് അറിയണമല്ലോ. G4 കളരെ സംരക്ഷിക്കാനാണോ ഇവർ നോക്കുന്നത്? ബസ് യാത്രക്കാരായ 13 പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. നാട്ടുകാരെല്ലാവരും ഓടി വന്ന് എന്നിട്ട് എന്തോ മറ്റേ കല്ലോ എന്തൊക്കെ വെച്ച് ബാക്കിലത്തേത് പൊട്ടിച്ച് അങ്ങനെ എല്ലാവരും പിന്നെ ഇറങ്ങി. ക്യാമറമാൻ സുജോ എഡ്വേർഡിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.